അഡ്വക്കേറ്റ് അസ്കർ, താങ്കൾക്ക് തുടരാം. ഒരു കാര്യം കൂടി, ഈ പോറ്റി ആരുടെ ഏജന്റാണ്, ആരുടെ ബിനാമിയാണ്? ഇപ്പോൾ ഈ ഒരു വിവാദം ഉടലെടുത്ത സമയത്ത് പോറ്റിയെ അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ നോക്കൂ, ഇപ്പം പോറ്റിയുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പഴയ ചിത്രങ്ങളൊക്കെ പൊടിതട്ടി പുറത്ത് എടുക്കുമ്പോൾ ഇവരെല്ലാം പോറ്റിയോടൊപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നോക്കൂ, പോറ്റിക്ക് എത്രത്തോളം സ്വാധീനമുണ്ട്. അപ്പോൾ പോറ്റിയിൽ നിന്നുള്ള സൗജന്യങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ പറ്റിയവരല്ലേ ഇവർ? അപ്പോൾ ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കി ഇതിൽ നിന്ന് തടി തപ്പാം എന്നാണോ കരുതുന്നത്? അല്ല, പോറ്റിക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമുള്ള അമൂല്യങ്ങളിൽ അമൂല്യമായിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു വിടുക എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. ആ സ്വാധീനം എവിടം വരെ എത്തും, എവിടം വരെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ നടത്തുന്നത്. ആ അന്വേഷണത്തിൽ ആരൊക്കെ കുറ്റക്കാരാണെങ്കിലും അവരെ പൊതുമധ്യത്തിൽ എത്തിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കാരണം അല്ല, അഡ്വക്കേറ്റ് അസ്കർ നോക്കൂ, ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉള്ളവർ ആരൊക്കെയാണ് നോക്കൂ. രണ്ട് പേർ, അനീഷ്, അതുപോലെ ഞാൻ പേര് ഒരു ബിജു രാധാകൃഷ്ണൻ. ഈ രണ്ടുപേരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിൽ നേരത്തെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. രണ്ടുപേര്, അതായത് ഈ ക്രമക്കേടുകളൊക്കെ നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ വിജിലൻസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ SITയിലുള്ളത്. അപ്പോൾ നോക്കൂ, സുതാര്യമായ സത്യസന്ധമായ ഒരു അന്വേഷണം സാധ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കളൊരു അഭിഭാഷകൻ കൂടിയല്ലേ? അല്ല, ഒറ്റ മിനിറ്റ്, ഒരു കാര്യം കൂടെ. ഹൈക്കോടതി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അവിടെ ഈ ഉദ്യോഗസ്ഥരുടെ പേര് കൊടുത്തിരിക്കുന്നത് വിജിലൻസിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം അട്ടിമറിക്കാനാണോ ഈ രണ്ട് പേരെ അതിൽ ഉൾപ്പെടുത്തിയത് എന്ന് ന്യായമായും സംശയിക്കുന്നു. അഡ്വക്കേറ്റ് അസ്കർ, അപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥരെ, അതായത് ഈ തട്ടിപ്പുകളെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഉദ്യോഗസ്ഥരെ അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നത് ദേവസ്വം ബോർഡിലെ ചിലരെയൊക്കെ സംരക്ഷിക്കാൻ തന്നെയല്ലേ അഡ്വക്കേറ്റ് അസ്കർ? കേരള ഹൈക്കോടതി അന്വേഷണ സംഘമാണ്. അല്ല, അതെ, അതാ ഞാൻ പറയുന്നത്. അല്ല, ഒരു നിമിഷം അഡ്വക്കേറ്റ് അസ്കർ, സാധാരണ ഇങ്ങനെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വിധി ഉണ്ടാകുന്ന എന്താണ്? ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതിന് ADGP നേതൃത്വം നൽകണം. ADGPയുടെ പേര് പോലും പറയില്ല. പക്ഷേ ഇന്നലത്തെ ഉത്തരവിൽ വന്നത് എന്താ? ADGPയുടെ പേര് പറയുന്നു, SP-യുടെ പേര് പറയുന്നു, അതുപോലെ ഈ SITയിലെ 3 ഉദ്യോഗസ്ഥർ, ആ 3 ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നു. അങ്ങനെ പേര് ഹൈക്കോടതിക്ക് ഇവരെയൊന്നും അറിയില്ല. ഹൈക്കോടതിക്ക് ഈ പട്ടിക കൈമാറുന്നത് ആരാ? വിജിലൻസ് അല്ലേ? സ്വാഭാവികമായും സർക്കാരിൽ നിന്നാണ് ലിസ്റ്റ് പോകുന്നത്. അതുകൊണ്ട് പറ്റിയ ആളുകളെ, അതായത് ഈ ദേവസ്വം വിജിലൻസിലെ 2 പേരെ തന്നെ വെച്ചത് അന്വേഷണം അട്ടിമറിക്കാനല്ലേ എന്ന് ന്യായമായി സംശയിക്കാലോ. അല്ല, അൽനമ്പ്യാർ, അങ്ങ് പരിശോധിക്കുക. ശ്രീ H. വെങ്കടേഷിനെ കുറിച്ച് നാളിതുവരെ ഒരു തരത്തിലുള്ള ആക്ഷേപവും കേട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനല്ല. ഇല്ല. അതുപോലെ ശശിധരൻ എന്ന് പറയുന്ന SP-യെ സംബന്ധിച്ച് യാതൊരു, ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊരു പരാതിയോ പരിഭവമോ നാളിതുവരെ നാം കേട്ടിട്ടില്ല. പരിണിത പ്രജ്ഞരായിട്ടുള്ള ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന 2 ഉദ്യോഗസ്ഥരെ കൂടിയാണ് ഇക്കാര്യത്തിൽ. അല്ലല്ല, ദേവസ്വം വിജിലൻസിൽ പ്രവർത്തിച്ച് ഉണ്ടാക്കുന്ന ആരായിരിക്കും? ദേവസ്വം ബോർഡിന്റെ വിജിലൻസിൽ ഇരുന്ന പരിണിത പ്രജ്ഞരായ, ദേവസ്വം ബോർഡിന്റെ എല്ലാ കളികളും കള്ളങ്ങളും അറിയാവുന്ന 2 വ്യക്തികളെ ഇവരായിരിക്കും തെളിവുകൾ ഉണ്ടാക്കുന്നത്. ഈ തെളിവുകൾ അല്ല, ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്നില്ല, ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഹൈക്കോടതിക്ക് ഈ 5 പേരുടെ ലിസ്റ്റ് അല്ല കൊടുക്കാറുള്ളത്. രാംകുമാർ സാറിന് വളരെ കൃത്യമായിട്ട് ഒരു നിമിഷം അഡ്വക്കേറ്റ് അസ്കർ രാംകുമാർ സാറിനോട് ഒന്ന് ക്ലാരിഫൈ ചെയ്തു പോകാം.